സക്സസ് കരിയറിലേക്ക് എല്ലാവർക്കും 2025 ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യോത്തരങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. സുപ്രീം കോടതിയുടെ പുതിയ പതാകയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കുക. പുതിയ പതാകയുടെ നിറം നീലയാണ്. നീതിയുടെയും ജനാധിപത്യത്തിന്റെയും പ്രതീകമായാണ് പുതിയ പതാക അവതരിപ്പിച്ചത്. സുപ്രീം കോടതിയുടെ പുതിയ പതാകയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് താഴെ പറയുന്നത്. പുതിയ പതാകയുടെ നിറം നീലയാണ്. നീതിയുടെയും ജനാധിപത്യത്തിന്റെയും പ്രതീകമായാണ് പുതിയ പതാക അവതരിപ്പിച്ചത്. പുതിയ നീതിദേവത ശില്പം രൂപകൽപ്പന ചെയ്തത് വിനോദ് ഗോസ്വാമി, ഡൽഹി കോളേജ് ഓഫ് ആർട്സ് അധ്യാപകൻ. ഡൽഹി കോളേജ് ഓഫ് ആർട്സിലെ അധ്യാപകനാണ് പുതിയ നീതിദേവത ശില്പം രൂപകൽപ്പന ചെയ്തത്, വിനോദ് ഗോസ്വാമി. ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് 124 മുതൽ 147 വരെ. പുതിയ ലോക മുത്തശ്ശി ഇന കനബാരോ ലൂക്കാസ്, ബ്രസീൽ. ബ്രസീലുകാരിയായ ഇന കലബാരോ ലൂക്കാസ് ആണ് പുതിയ ലോക മുത്തശ്ശി. BR അംബേദ്കർ ജന്മദിനം അംബേദ്കർ ദിനമായി ആഘോഷിച്ച അമേരിക്കൻ നഗരം ന്യൂയോർക്ക് സിറ്റി. അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് സിറ്റിയിലാണ് BR അംബേദ്കർ ജന്മദിനം അംബേദ്കർ ദിനമായി ആഘോഷിച്ചത്. ലോക കരൾ ദിനം 2025 തീം ഏപ്രിൽ 19. തീം ഫുഡ് ഈസ് മെഡിസിൻ. ലോക കരൾ ദിനമായി ആഘോഷിക്കുന്നത് ഏപ്രിൽ 19. 2025 തീം ഫുഡ് ഈസ് മെഡിസിൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ മാൻ ഓഫ് ദ മാച്ച് നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം MS ധോണി. IPLന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ മാൻ ഓഫ് ദ മാച്ച് താരം MS ധോണി. SBIയുടെ ബ്രാൻഡ് അംബാസിഡർ MS ധോണി. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം രാമേശ്വരം പാമ്പൻ പാലം 2.08 കിലോമീറ്റർ. രാമേശ്വരത്തെ പാമ്പൻ പാലമാണ് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. 2.08 കിലോമീറ്ററാണ് പാലത്തിൻ്റെ നീളം. പഴയ പാമ്പൻ പാലം ഡീകമ്മീഷൻ ചെയ്ത വർഷം 2022. 2022 പഴയ പാമ്പൻ പാലം ഡീകമ്മീഷൻ ചെയ്തത്.